सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान शुरू हो रहा है सोमवार 5 जनवरी से हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. അല്ല ഈ കുട്ടി ഇതെന്താ ചെയ്യുന്നേ? ഓ എന്ത് രസമാ, എന്തൊരു സ്റ്റണ്ട് അല്ലേ? അതെ, ആരെങ്കിലും രക്ഷിക്കണേ, സയന്റിസ്റ്റിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവാണ്. ആ വണ്ടി ഒന്ന് നിർത്ത. എത്ര നേരമായി വണ്ടി നിർത്താൻ പറയുന്ന? ഒന്ന് നിൽക്കാൻ. വണ്ടി നിർത്ത. ശിവ, ശിവ നീ വന്നു. എത്രയും പെട്ടെന്ന് എന്നെ രക്ഷിക്ക. വേഗം. എടാ കുട്ടി, മര്യാദയ്ക്ക് അവിടുന്ന് മാറി നിൽക്ക്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഞാൻ എന്ത് പണിയെ കാണിച്ചത്? സയന്റിസ്റ്റ് സാറിന്റെ കൈ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സയന്റിസ്റ്റ് സാറ് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് രക്ഷിക്കട്ടെ. എവിടെ പോയി അദ്ദേഹം? ബോണറ്റിനകത്തുണ്ടോ? എവിടെ പോയി? കാറിന്റെ അകത്തുണ്ടോ? ഇവിടെയും കാണുന്നില്ല. താഴെ ഉണ്ടോ നോക്കട്ടെ. ഇവിടെയും കാണുന്നില്ലല്ലോ. എവിടെ പോയി നമ്മുടെ സയന്റിസ്റ്റ് സാറ്? അദ്ദേഹത്തിന് എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം? എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണം സാറിന്റെ കൈ മുറിഞ്ഞത്. ഇല്ല ഇല്ല ഇല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് കൈയാണ്. ഇതാണ് എന്റെ ശരിക്കുമുള്ള കൈയ്യ്. ഞാൻ ആ ചങ്ങലയുടെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഡ്യൂപ്ലിക്കേറ്റ് കൈ ഇട്ടോണ്ട് പോന്നത്. വാ 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 വാ, സാറിന്റെ ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. ഈ ഐസ് ബോൾ ആരാണ് എറിഞ്ഞത്? രക്ഷിക്കണേ. അതെ അതെ, ആരെങ്കിലും രക്ഷിക്കണേ. ശിവ, എന്നെ രക്ഷിക്കേ. അല്ല ശിവ, അവിടെ നിൽക്കൂ ശിവ. ശിവ, രക്ഷപ്പെട്ടു. ശിവ എന്നെ രക്ഷിച്ചു. താങ്ക് യു ശിവ. എന്റെ കണ്ണ്. അവനിപ്പോ കണ്ണു കാണാൻ പറ്റില്ല. വേഗം നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ ബ്രീഫ് കേസ് അവര് കൊണ്ടുപോകുന്നു. എന്റെ ബ്രീഫ് കേസ് കൊണ്ടുപോകുന്നു. വേഗം അവരെ പിടിക്ക. വിടരുത്, അവനെ വിടരുത്. ഞാൻ അവനെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. സർ, നിങ്ങളൊന്നും വിഷമിക്കേണ്ട. അവർക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ അവരെ പിടിക്കും. ബോസേ, ബോസേ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ സയന്റിസ്റ്റ് ബാഗ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ?
വെരി വെരി ഗുഡ്. മാഡ് വണ്ടൂസിന് സന്തോഷമായി, വളരെ സന്തോഷമായി. ഈ വണ്ടൂസ് നിങ്ങൾക്ക് ഇഡ്ഡലിയും ദോശയും വാങ്ങിത്തരാം, അതും സാമ്പാറും കൂടെ. സബാഷ്, നിങ്ങൾ രണ്ടുപേരും വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഗുഡ്, വെരി ഗുഡ്. ഇനി മുതൽ ഞാൻ പണക്കാരനാകും. എടാ കേട്ടോ, ഞാൻ പറഞ്ഞത് കേട്ടോടെ. ഇനി ഞാൻ കോടീശ്വരനാ, കോടീശ്വരൻ. ഇനി നമ്മുടെ കയ്യിൽ കാശിന്റെ കളിയായിരിക്കൂടാ. എന്ത് അങ്ങനെയാണോ ബോസേ? കിരിക്കട്ടാലേ, എന്ത് കളിയാടാ ഇത്? എന്നോട് സൂക്ഷിച്ച് സംസാരിക്കും മണ്ടോസ. ഇപ്പൊ ഞാൻ കോടീശ്വരനാ. എടാ പണ്ട കോടീശ്വരന്മാരാവുന്നാടാ പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇതുവരെ ആയിട്ടില്ലല്ലോ മോനെ. ആ പ്ലൂനറ്റോറിയം കല്ല് തീർച്ചയായും കിട്ടണം. എടാ ഒന്ന് നോർമൽ ആകെ, പെട്ടെന്നാവട്ടെ. എനിക്ക് ഫോർമുല കിട്ടി കേട്ടോ. ഇനി ആ പ്ലൂനറ്റോറിയം കല്ല് എന്റേത് മാത്രമാണ്. ഇനി അത് എന്റേതാ. ശരി വരൂ, എന്നാ പിന്നെ നമുക്ക് പ്ലൂനറ്റോറിയത്തിലേക്ക് പോകാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം. അവിടെ നമുക്ക് പ്ലൂനറ്റോറിയം കിട്ടും. പ്ലൂനറ്റോറിയം. പ്ലൂണോട്ടോറിയം എന്നത് ഒരു വെടിമരുന്നാണെന്ന് തന്നെ പറയാം. ഒരു ചെറിയ പീസ് ബ്ലാസ്റ്റ് ചെയ്താൽ പോലും ഒരു ടവർ തന്നെ താഴെ വീഴ്ത്തിയേക്കാം. ആ വെടിമരുന്ന് കല്ല് തെരഞ്ഞിട്ടാണ് മാഡ് മണ്ടൂസ അലയുന്നത്. മാഡ് മാൻഡൂസയോ? ആ അതെ, മാഡ് മണ്ടൂസ. ഒരു സമയത്ത് എന്റെ കൂടെ ലാബിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ചിന്തകൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ലാബിൽ നിന്ന് അവനെ പറഞ്ഞയച്ചു. പക്ഷെ ഇപ്പോഴും അവൻ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ആ കല്ലങ്ങാനം അവന്റെ കയ്യിൽ കിട്ടിയാൽ അവൻ ഈ ലോകം മുഴുവനും അങ്ങിങ്ങുമായി ബ്ലാസ്റ്റ് ചെയ്ത് എല്ലാവരെയും ബ്ലാക്ക്മെയിൽ ചെയ്യും. പക്ഷേ പ്ലൂനറ്റോറിയം അവന് എങ്ങനെ കിട്ടും? അത് മാത്രമല്ലാതെ നിങ്ങളുടെ ബ്രീഫ് കേസിനും ഇതിനും എന്താ കണക്ഷൻ? എന്റെ ബ്രീഫ് കേസിനകത്ത് മുഴുവൻ ഫോർമുലയും ഉണ്ട്. അതുകൊണ്ട് അവന് ഒരു മിഷൻ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ആ മിഷന്റെ സഹായത്തോടെ അവന് എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും. ഏത് എഡ്ജിൽ വേണമെങ്കിലും പോവാം. എനിക്ക് തോന്നുന്നു അവൻ പ്ലൂണോട്ടോറിയത്തിലേക്ക് പോകുമെന്നാ. കാരണം ഞാൻ പറഞ്ഞ പ്ലൂണോട്ടോറിയം കല്ല് അവിടെയേ കിട്ടൂ. പ്ലൂനറ്റോറിയ എന്നത് 2000 കൊല്ലം മുൻപുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇന്ന് വരെ ആ സ്ഥലത്തിനെ കുറിച്ച് ആർക്കും അറിയില്ല. അവിടെ ജീവിച്ചവരൊക്കെ ഇപ്പൊ ഉണ്ടോന്ന് പോലും അറിയില്ല. അതെ ശിവ, ഇന്റർനെറ്റിൽ ഇത്ര ഇൻഫർമേഷനേ ഉണ്ടാവൂ. പക്ഷെ ഒരു സത്യം അറിയോ, അവൻ എന്റെ മിഷൻ ഉപയോഗിച്ച് എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും. അതെ, എന്നാ പിന്നെ അവന്മാരെ പിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അല്ലെങ്കിൽ അവന്മാര് നമ്മുടെ നാട്ടില് പലയിടത്തും ആക്രമിക്കാൻ നടക്കുന്നേ. പക്ഷെ അവന്മാരെ നമ്മൾ എങ്ങനെ പിടിക്കും? എവിടെ ഒളിഞ്ഞിരിക്കുന്നെന്ന് ആർക്കും അറിയില്ല. എന്റെ ഗ്രാമത്തിലുള്ള പണ്ടുള്ള ആൾക്കാർ പറയുമായിരുന്നു, താമരപ്പൂ വേണോന്നുണ്ടെങ്കിൽ കുളത്തിലേക്ക് പോണോന്ന്, അതുപോലെ തേനീച്ചകൾ വേണോന്നുണ്ടെങ്കിൽ തേൻകൂടിന്റെ അടുത്തേക്ക് പോണം. ഇപ്പൊ ആലോചിക്കാം, ആ മാഡ് മാൻഡോനെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാ പോകേണ്ടതെന്ന്. വെരി ഗുഡ് ഡാഡി, യു ആർ ജീനിയസ്. മാഡ് മെൻഡോസ ഈ സമയത്ത് ആ പ്ലൂനറ്റോറിയക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കും. അവിടെ പോയാലേ അവനെ പിടിക്കാൻ കഴിയൂ. സയന്റിസ്റ്റ് സർ, നിങ്ങൾക്ക് ഞങ്ങളെയും പ്ലൂനറ്റോറിയക്ക് അയക്കാൻ പറ്റുമോ? ആ തീർച്ചയായിട്ടും നിങ്ങളെയും അയക്കാൻ കഴിയും. പക്ഷെ അവിടെ നിങ്ങൾക്ക് എത്രയധികം ആപത്ത് സംഭവിക്കുമെന്ന് അറിയില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ജീവന് ആപത്ത് സംഭവിക്കാം. ഒരു പക്ഷേ ഈ ലോകത്തിനെ അപകടകാരികളുടെ അടുത്തുനിന്ന് രക്ഷിക്കണമെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ചെയ്തേ പറ്റൂ. നമ്മൾ അവിടേക്ക് പോയി അവനെ പിടിക്കണം. അവനെ കിട്ടിയത് ഇങ്ങനെ ഇടിച്ച് ചമ്മന്തിയാക്കണം. അതെ, എങ്ങനെ ഡിഫൻസ്? എന്തിനാ എന്നെ തല്ലിയത്? ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ശിവ, വേഗം നമുക്ക് പ്ലൂനറ്റോറിയത്തേക്ക് പോകാം. അവിടെ നടക്കുന്ന ആപത്തൊക്കെ ഇവിടെ നടക്കാൻ സാധ്യത ഉണ്ടെന്നേ. വന്നേ പോകാം. ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ എല്ലാവരെയും അങ്ങോട്ട് അയക്കാൻ കഴിയും. എന്റെ കയ്യിലൊരു ബാക്കപ്പ് സെറ്റപ്പ് ഉണ്ട്. വരൂ, വേഗം അത് റെഡിയാക്കാം. ആദ്യം നമുക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം. അതെന്താന്ന് വെച്ചാലേ എല്ലാവരും ഒറ്റയടിക്ക് അങ്ങ് കാണാതായാലോ. ക്രിക്കറ്റിനാലേ നിനക്ക് പുതിയ പുതിയ റോളുകളിലൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹമില്ലടേ. എന്നാ പിന്നെ ഇവിടെ വന്നിരിക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ തലയിൽ വെക്കണം. അതിനുശേഷം ഇതില് പ്ലൂനറ്റോറിയ എന്ന് ടൈപ്പ് ചെയ്യണം. നീ അവിടെ ചെന്നതിന് ശേഷം എന്നോട് ബ്ലൂടൂത്ത് മൈക്രോഫോൺ വഴി സംസാരിക്കണം. അവിടെ എങ്ങനെയുണ്ടെന്ന് പറയണം. അണ്ടർസ്റ്റാൻഡ്? അവിടുത്തെ സാഹചര്യങ്ങൾ എന്നെ അറിയിക്കണം. മനസ്സിലായില്ലേ ക്രിക്കറ്ററാൽ? എന്നാ പിന്നെ ജോലി തുടങ്ങിക്കോളൂ. ഈ മിഷൻ വർക്കൗട്ട് ആകാൻ തുടങ്ങി. ആ ഫോർമുല വർക്കൗട്ട് ആകാൻ തുടങ്ങി. ഹലോ, നീ എവിടെ എത്തിയോടെ? ആർ യു റീച്ച്ഡ്? അതെ ബോസേ, ഞാനിവിടെ എത്തിക്കഴിഞ്ഞു. ആ സ്ഥലം എങ്ങനെയുണ്ടേ? ബോസേ, ഈ സ്ഥലം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എത്ര വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നെന്ന് അറിയോ?
എത്ര വർഷം കഴിഞ്ഞു? എടാ മണ്ട, അത് ഇപ്പോഴല്ലടാ ആദ്യമായിട്ട് പോകുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. മര്യാദക്ക് തിരിച്ചു വേടാ. മണ്ടൻ ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. ഞാനിതേ വരുന്നു ബോസേ. നിന്നോട് ഒറ്റയ്ക്ക് വരാനല്ലേ പറഞ്ഞ, പിന്നെ എന്തിനാണ് ഇതിനെ കൊണ്ടുവന്നേ? കഷ്ടം. എന്ത് വാടാ ഇതൊക്കെ? ഈ ആട്ടുകുട്ടി എവിടെ നിന്നാടാ വന്നേക്കണേ? അതിന് പിടിക്കടാ. ഓ, നീ മാഡ് ബണ്ടൂസിനെ ബെൻഡലാക്കും. ഇനി ഞാൻ ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാനാ? ഈ ആട്ടുകുട്ടിയെ നീ എവിടുന്നാണ് കൊണ്ടുവന്നത്? പറയടാ. അത് പിന്നെ ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് പോയിരുന്നില്ലേ, അവിടുന്ന് കൊണ്ടുവന്നതാ. നിന്നോട് ആരാടെ ഗ്രാമത്തിലേക്ക് പോവാൻ പറഞ്ഞേ? എന്തോ നാടാ ഇത്? അത് നോക്കി പോയിക്കൂടെ? ഒരുപാട് വർഷമായില്ലേ ഞാൻ പോയിട്ട്. മാത്രമല്ല നമുക്ക് പ്ലൂണോട്ടോറിയത്തിലേക്ക് പോവണ്ടേ, അതുകൊണ്ട് നിങ്ങളുടെ മെഷീൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത പോലെ ആയിരിക്കും. എന്റെ ഗ്രാമത്തിൽ ഒന്ന് പോയിട്ട് വന്ന പോലെ ആയില്ലേ? ബോസിനോടൊന്നും സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഞാൻ സന്തോഷമായിരിക്കുന്നത് ഇവന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നേ. ആട്ടുകുട്ടിയെ പിടിക്കേ. അതിനെ വിട്ടിട്ട് മര്യാദക്ക് ഇങ്ങോട്ട് വാടാ. ഈ മിഷൻ സക്സസ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ലൈനായി പോയിരിക്കേ. ടൈഗർ പദർ, ഞാൻ നിങ്ങളോട് ആ റോളിലേക്കൊന്ന് മാറാനല്ല പറഞ്ഞത്. നോർമലാവ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഞങ്ങളുടെ ശരീരം നന്നായി നോക്കണം, മനസ്സിലായോ? മാത്രമല്ല ഞങ്ങളുടെ മൈക്രോഫോണിൽ കോണ്ടാക്ടും ചെയ്യണം. ഞാൻ എപ്പോഴാണോ നിങ്ങളോട് പറയുന്നത് അപ്പോ നിങ്ങൾ ഈ റിമോട്ടിൽ ഈ സ്വിച്ച് അമർത്തി ഞങ്ങളെ വീണ്ടും ഇവിടേക്ക് വരുത്തണം. ഓക്കെ ബോസ്. യുവരാജാവ് റോമി വരുന്നുണ്ട്. യുവരാജാവ് റോമി വന്നു കഴിഞ്ഞു. വരൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥലം കാണിച്ചു തരാം. ഇത് നല്ല സ്ഥലമാണ്. ഞങ്ങൾ വരില്ല. നീ ഇപ്പൊ എന്നോടൊപ്പം വന്നില്ലെങ്കിലേ നിന്നെ വെള്ളത്തിലേക്ക് വലിച്ചെറിയും. വേണ്ട, ഞങ്ങള് വരാം. ശിവ, നീ പോ, ഞങ്ങൾ നിന്റെ പുറകെ തന്നെ വരാം. ഞങ്ങൾക്കും നിങ്ങളുടെ ഗ്രാമം ചുറ്റി കാണാനല്ലോ. വരൂ, നമുക്ക് എല്ലാവർക്കും ചുറ്റി കാണാനേ. ഈ സ്ഥലം കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഇങ്ങനത്തെ കാണിക്കണം. വരൂ, നമുക്ക് ഇവിടുന്ന് താഴേക്ക് ചാടാം. വേണ്ട, ശിവ. നിന്റെ ഫ്രണ്ട് ശിവയ്ക്ക് ഇങ്ങനെ ചാടാൻ ഒരു ധൈര്യം ഉണ്ടാവില്ല. Don't worry, Reba. ശിവ, നീ ഭയങ്കര ധൈര്യശാലിയാ. ഓ, താങ്ക്സ്. വളരെ നന്ദി. അതൊക്കെ ശരി. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യാൻ പോകുന്നേ? ഞാനിപ്പൊ മുകളിലേക്ക് പോകും, നിങ്ങൾ താഴേക്ക് വീഴും. കലക്കിയിട്ടുണ്ട്. നീ ധൈര്യശാലി മാത്രമല്ല, ബുദ്ധിശാലിയും കൂടിയാ. ശരിക്കും നീ ധൈര്യശാലി തന്നെയാ. നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ശിവ, ഞാനും നിന്റെ സുഹൃത്തായിക്കൊള്ളട്ടെ? ഓ യെസ്, വൈ നോട്ട്. സുഹൃത്തേ, വരൂ. മത്സ്യം പിടിക്കാനുള്ള മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന ആദ്യത്തെ മത്സരാർത്ഥി ഈ സൈക്കിളിൽ ഇരിക്കുന്ന ശിവയാണ്. രണ്ടാമത്തെ മത്സരാർത്ഥി ആരാണെന്നറിയണ്ടേ? ഈ മാഡ് മണ്ടൂസ. അവരവരുടെ മോഡേൺ സ്കൂട്ടറിലാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഈ ചെറിയ കുട്ടിയോട് ഞങ്ങളോട് മത്സരിക്കാൻ പോകുന്നേ. ഈ ഫ്ലൈയിങ് മോഡേൺ സ്കൂട്ടറിനോട് ഈ ചെറിയ കുട്ടി സൈക്കിളിൽ എന്തോന്ന് കാണിക്കാനാണ്? കഷ്ടം. ഐ എം സോറി ശിവ. ഇവർ പറയുന്നതല്ല വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. നിന്റെ സൈക്കിൾ കൊണ്ട് എന്റെ സ്കൂട്ടറിനെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ലടാ. ശിവ,
ഇവര് പറയുന്നത് വളരെ ശരിയാണ്. കേട്ടില്ലടാ കുട്ടി, നിന്റെ ഗ്രൂപ്പിൽ കുറച്ചെങ്കിലും ബുദ്ധിയുള്ളത് ഈ ഇൻസ്പെക്ടറിന് മാത്രമാണ്. മര്യാദക്ക് ഇയാള് പറയുന്നത് കേൾക്ക്. ഈ മത്സരം തീർച്ചയായിട്ടും നടക്കും. തീർച്ചയായിട്ടും ഞാൻ ഇതിൽ ജയിക്കും. നിങ്ങൾ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു ചാൻസ് ലഭിക്കുന്നതാണ്. ഇപ്പൊ ഈ കാണുന്ന മഞ്ഞിന്റെ അടിയിലെ വെള്ളമുണ്ട്. അതിന്റെ അകത്തേക്ക് ഞങ്ങള് ഈ മീനുകളെ ഇടും. ഈ മീനുകളെല്ലാം സമുദ്രത്തിലേക്ക് നോക്കി നീന്തിപ്പോവും. പക്ഷേ നിങ്ങൾ എല്ലാവരും മഞ്ഞിന്റെ മുകളിൽ കൂടെ തന്നെ പോയിക്കൊണ്ട് താഴേക്ക് നോക്കിക്കൊണ്ട് തന്നെ തിളങ്ങുന്ന മീനുകളെ നിങ്ങളുടെ കയ്യിലുള്ള അമ്പ് കൊണ്ട് പിടിക്കേണ്ടതാണ്. ആ അമ്പ് മീനിന്റെ അടുത്തേക്ക് വന്ന ഉടനെ തന്നെ ആ അമ്പിൽ നിന്ന് ഒരു വല പുറത്തേക്ക് വരുന്നതാണ്. അത് മീനിനെ കൃത്യമായി നോക്കി പിടിച്ചോളും. ആരാണോ ആ മീനിനെ ആദ്യമായി വേട്ടയാടി പിടിക്കുന്നത് അവരാണ് ഈ മത്സരത്തിന്റെ വിജയി. ബോസേ, നമുക്ക് എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ? പ്ലോണറ്റോറിയം എടുത്തിട്ട് ഇവിടുന്ന് പോവാന്നേ. നീ ഇത് എൻജോയ് ചെയ്യേ ഗിർക്കട്ടെ, എൻജോയ് ചെയ്യേ. അത് നമുക്ക് എപ്പോ വേണമെങ്കിലും പോകാലോ. പക്ഷെ ആദ്യം ആ പ്ലൂണറ്റോറിയം കല്ല് എവിടെയാണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ അടുത്ത് അങ്ങനെയുള്ള മലയുള്ളതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ദിവസം ഇവരുടെ കൂടെ അങ്ങ് എൻജോയ് ചെയ്യാതെ, എന്നിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനും അങ്ങ് തട്ടിക്കളഞ്ഞേക്കാം. എന്നിട്ട് ഇഡ്ഡലിയും ദോശയും കഴിക്കാം. എല്ലാവരും തയ്യാറായിക്കോളൂ. ഈ മീനുകളോ? ഇത് എത്ര ഉണ്ടാവും? 1 2 3 4. ഇത് ശരിക്കും തിളങ്ങുന്നുണ്ടല്ലോ. 1 2 3 4. 1 2 3 4. എന്താ ഇത്? 4 എണ്ണുമ്പോഴേക്കും ഇത് തിളങ്ങുന്നുണ്ടല്ലോ. ശിവ, അത് കണ്ടോ? 4 കൗണ്ട് ചെയ്തതിനു ശേഷം അതിലൊരു മീൻ തിളങ്ങുന്നു. നീ അമ്പെയ്യുന്ന മുമ്പ് 4 വരെ കൗണ്ട് ചെയ്തിട്ട് അമ്പെയ്യണം. ഓക്കെ രേവ, ഞാൻ ഈ കാര്യം മറക്കില്ല. സ്പീഡാണല്ലോ. എല്ലാവരും തയ്യാറായിക്കൊള്ളൂ. നമുക്ക് ഈ മത്സരത്തിൽ ജയിക്കണം. ഓക്കെ ബോസേ, ഓക്കെ. പോയി എന്റെ ഉന്നം തെറ്റി. എന്തുവാടേ നോക്കി നിൽക്കുന്നേ? വേഗം അമ്പ് വിട്. ശരി ബോസേ. അമ്പയ്യേ, എടാ ഗിർക്കട്ടറാലെ, നീ എന്തായി ചെയ്യുന്നേ? എന്റെ നേരെ വിടാനല്ല പറഞ്ഞ, ഫിഷിന്റെ നേരെ വിടറാ. ഇനി നിങ്ങളോടൊക്കെ പ്രത്യേകം പറയണോ? അമ്പയ്യാ നോക്ക്. ഒന്ന് വേഗം ആവട്ടെ. യെസ്. ആ ശിവയും നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. അവനെ കടത്തി വിടരുത്. അവൻ ഇങ്ങോട്ട് വരാൻ പാടില്ല. അവൻ ഈ മത്സരത്തിൽ തോറ്റേ മതിയാവും. ഓക്കെ ബോസേ. ഞാൻ ഇപ്പൊ മത്സ്യം പിടിച്ച് കാണിച്ചു തരാം. എന്താ ശിവ, ദേ അങ്ങോട്ട് നോക്കിയേ. ലഡു സിംഗ് സാറ് മോളിൽ പറക്കുവാ. ശിവ, ശിവ. കൂട്ടുകാരെ, ഈ കോമ്പറ്റീഷനിൽ നമ്മൾ ജയിക്കണമെങ്കിൽ ഇവിടുന്ന് ഞാൻ മാത്രം പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ സൈക്കിളിൽ നിന്ന് താഴെ ഇറങ്ങണം. താങ്ക്സ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ബൈ ശിവ, ഓൾ ദി ബെസ്റ്റ്.
സാറാണെന്ന് ഇപ്പൊ ശിവയെ കാണിച്ചു കൊടുക്കാം. ഞാൻ ഇഡലിയും ദോശയൊക്കെ തിന്നുന്നവനാ. നീ അമ്പെയ്യുന്നതിന് മുൻപ് 4 വരെ കൗണ്ട് ചെയ്തിട്ട് അമ്പെയ്യണം. ശരി രവ, ഞാനിത് മാർക്കില്ല. 1 2 3 4. മഹാരാജാവേ, ദാ പിടിച്ചോളൂ നിങ്ങളുടെ ഫിഷ്. വളരെ നല്ല കാര്യം. നിങ്ങൾ എല്ലാവരും ഈ മത്സരം വിജയിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആഘോഷം തന്നെയാണ്. ആഘോഷങ്ങൾക്ക് ഏർപ്പാട് ചെയ്യൂ. ഡാൻസ് കളിക്കാൻ വന്നതാണോ അത് പ്ലൂററ്റോറിയം കല്ലെടുക്കാൻ വന്നതാണോ? സഹോദരന്മാരെ, ഇന്ന് എന്റെ മകൻ ഭൂമിയുടെ പിറന്നാളാണ്. ആ ദൈവം ഇവന് ദീർഘായുസ് നൽകട്ടെ. കേക്കൊന്നും മുറിക്കില്ലേ? കേക്കോ എന്ന് വെച്ചാൽ എന്താ? ഞങ്ങളൊക്കെ പിറന്നാളിന് ഒരു പ്രത്യേക ഡിഷ് ചെയ്യും. അതിനെയാണ് കേക്ക് എന്ന് പറയാ. എന്നാ കേക്ക് ഉണ്ടാക്കൂ. എനിക്കും കേക്ക് കഴിക്കണം. കേക്ക് ഇവിടെ ചെയ്യാൻ കഴിയില്ല. കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇല്ല, എനിക്ക് കേക്ക് വേണം. എനിക്ക് കേക്ക് വേണം. ഞാൻ പറയുന്നത് കേക്ക്, എനിക്ക് കേക്ക്. എല്ലാരും നിന്നെ നോക്കി ചിരിക്കാം, മിണ്ടാതിരിക്കുക. നിങ്ങളിപ്പോൾ കേക്കിനെ കുറിച്ച് സംസാരിച്ചത് ശരിയായില്ല. ഇപ്പൊ അവൻ കേക്ക് കിട്ടാതെ സമാധാനമാവുകയില്ല. അവൻ ഭയങ്കര പിടിവാദക്കാരനാ. എല്ലാവരും രക്ഷപ്പെട്ടോളൂ. വേഗം വേഗം ഓടിക്കോളൂ. ഓ, ഇവര് ഇവിടെ എത്തിയോ? ആരാടാ ഇവൻ? അമ്മേ, അവൻ എത്തിക്കഴിഞ്ഞു. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഓ, ഡെലിവറി ബോയ്ക്ക് ഇങ്ങനെ ഒരു സ്വീകരണമോ? ആരാണത്? എവിടെന്നാ വന്നിരിക്കുന്നത്? മാജിക്? ഇത് മാജിക് അല്ലേ? മഹാരാജാവേ, ഇത് മാജിക് അല്ല, ഇത് സയൻസ് ആണ്. ഇനിയും ഒരു 1000 വർഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് മനസ്സിലാകും. നിൽക്ക്, ഇവിടെ തന്നെ നിൽക്ക്. ഇദ്ദേഹം എന്റെ ഫ്രണ്ട് ആണ്. ഇദ്ദേഹം പ്രിൻസ് റോമിക്ക് വേണ്ടി കേക്ക് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. വരൂ സയന്റിസ്റ്റോ, പ്രിൻസിന് വേണ്ടി നമുക്ക് കേക്ക് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രിൻസ് റോമി. ഇതിന്റെ പേരാണ് കേക്ക്. കേക്ക് ബോസേ, എനിക്കും കേക്ക് കഴിക്കാൻ തോന്നുന്നു. എടാ, നീ എന്താ ഇവിടെ പിക്നിക് ആഘോഷിക്കാൻ വന്നതാണോ? എപ്പോ നോക്കിയാലും ഭക്ഷണം ഭക്ഷണം. ടൈഗർ പാന്തർ, ഞാൻ പറയുന്നത് കേൾക്കൂ. ആ സയന്റിസ്റ്റിന് ലാഭിച്ചെന്ന് എല്ലാ വയറും കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. പറ്റെങ്കിൽ കറണ്ട് ഓഫ് ചെയ്തേക്ക്. ഓക്കേ ബോസ്. അതെ, എന്റെ ചെവി പൊട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? ഇതിങ്ങനെ ഊതാനുള്ളതല്ല, തലയ്ക്ക് മേത് ഇടാനുള്ള തൊപ്പിയാണത്. കണ്ടോ, ഇപ്പൊ കാണാൻ നിന്നെ എന്ത് ഭംഗിയുണ്ടെന്ന് അറിയോ? ഓക്കേ പ്രിൻസ്, ഇപ്പൊ കേക്ക് കട്ട് ചെയ്യൂ. അങ്ങനെയല്ല, ഇത് ഇങ്ങനെ മുറിക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു.
മാഡ് മാൻഡോസയുടെ ശ്രദ്ധ മുഴുവനും എന്റെ അടുത്താണ്. ഞാൻ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയേ മതിയാകൂ. ശിവ, എനിക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയേ മതിയാകൂ. അല്ലെങ്കിൽ ഈ മാഡ് മാൻഡോസ അവന്റെ ആളുകളെ വെച്ച് എന്റെ ലാബ് മുഴുവനും നശിപ്പിക്കും. അത് ഉറപ്പാണ്. നീ ഇവരെ എല്ലാവരെയും നല്ല ഫ്രണ്ട്സ് ആക്കിയല്ലോ. ഹലോ സയന്റിസ്റ്റ് സാറേ, എത്ര നാളായി നമ്മൾ തമ്മിൽ ഒന്ന് കണ്ടിട്ട്. ഒന്നും പറയാതെ ഇവിടുന്ന് അങ്ങ് പോയാൽ എങ്ങനെയാ? ഒന്ന് സംസാരിക്കും സാറേ. എടാ ക്രിക്കറ്റ്, ആ സയന്റിസ്റ്റ് എങ്ങോട്ടാ പോയത്? എല്ലാവരും ഡാൻസ് കളിക്കാൻ തുടങ്ങിക്കോളൂ. നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് കളിച്ചാലോ? തീർച്ചയായിട്ടും. നിങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നത്? Watch India's largest kids library only on Jio Hotstar. Download the app now.